വേദനയില്ലാത്തൊരു ലോകമാണ് എൻ്റെ സ്വപ്നം, അതുതന്നെയാണ് എൻ്റെ വേദനയും. ഇത് പുസ്തകത്തിൽ നിന്നും കടമെടുത്തല്ലോ, ഇപ്പം മനസ്സിൽ തോന്നിയത് പറഞ്ഞത്. ഓക്കെ, നമുക്കും ചില വേഡിങ്സ് ഒക്കെ ഉണ്ടാക്കാമല്ലോ അല്ലേ. പേഷ്യൻസിനും ആഗ്രഹം വേദനയില്ലാത്തൊരു ജീവിതമാണ് നമ്മളെപ്പോലെ തന്നെ. നമ്മൾ തന്നെയല്ലേ പേഷ്യൻസ്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന പേഷ്യൻസിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും അങ്ങനെ വൈറ്റൽസ് ഒക്കെ നോക്കുന്നതിൽ അഞ്ചാമതൊരു വൈറ്റലായിട്ട് പെയിൻ ഉണ്ടോ ഇല്ലയോ, എസ് ഓർ നോ ഒരു ക്വസ്റ്റ്യനും കൂടെ ആവാം അത് ഒ പി ഡിയിൽ എത്തുമ്പം തന്നെ. അത് ഒരു ക്വസ്റ്റ്യനോ ഒന്നിൽ കൂടുതലോ ക്വസ്റ്റ്യൻസ് അത്തരത്തിൽ നമുക്ക് കൊടുക്കാം. ഏതെങ്കിലും പേഷ്യൻ്റ് വേദനയുണ്ടോ എന്ന ചോദ്യത്തിന് പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ആൻസർ പോസിറ്റീവായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വേദന ഇല്ല എന്നാണെന്ന്. പക്ഷെ അവിടെ നോ ആണല്ലോ നെഗറ്റീവ് ആൻസർ. അവിടെ പറയുന്ന പോസിറ്റീവ് വേദന ഉണ്ട്, യെസ് എന്ന പോസിറ്റീവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഫർദർ അസസ്മെൻറ്റ് സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ടാവണം. ഏത് ടൈപ്പ് വേദന, എത്ര കാലമായിട്ടുണ്ട്, എത്ര സിവിയറാണ്, അതിൻ്റെ സ്കോറിങ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിന്. അപ്പം ഇനിഷ്യൽ അസസ്മെൻറ്റിൽ നമുക്ക് പെയിൻ എന്ന് പറഞ്ഞത് ഉണ്ടോ ഇല്ലയോ എന്ന ഒരു ക്വസ്റ്റ്യനും ഒന്നോ അതിലോ കൂടുതലോ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തുകൊണ്ട് പെയിൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത്തരത്തിൽ ഐഡൻറ്റിഫൈഡ് ആയ പേഷ്യൻസിനെ കൂടുതൽ പെയിൻ അസസ്മെൻറ്റ് പ്രോസസ്സിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയും ആ സ്ക്രീനിങ് ക്വസ്റ്റ്യൻസിൽ കൂടെ കടത്തിക്കൊണ്ടുപോവുകയും ആ സിവിയറിറ്റി ഓഫ് ദ പെയിൻ അറിയുന്നതിന് ഒരു ഇൻ ഡെപ്ത് അസസ്മെൻറ്റ്, പെയിൻ അസസ്മെൻറ്റ് സംഭവിക്കുകയും ചെയ്യണം. COP17B, പേഷ്യൻസ് ആർ സ്ക്രീൻഡ് ഫോർ പെയിൻ എന്നതാണ്. നേരത്തെ നമ്മൾ കണ്ടു. നമുക്ക് കൃത്യമായൊരു ഡോക്യുമെൻറ്റഡ് പ്ലാൻ ഉണ്ടാവണം. നമുക്കത് പേഷ്യൻസിനെ കഴിയുന്നത്ര ഒരു പെയിൻ മോണിറ്ററിങ് സ്ക്രീനിങ്ങിലേക്ക് കൊണ്ടുപോകേണ്ട സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ആ സ്ക്രീനിങ് നടത്തിയിരിക്കണം. COP17B, പേഷ്യൻസ് ആർ സ്ക്രീൻഡ് ഫോർ പെയിൻ. സിമ്പിൾ കാര്യമാണ് കേട്ടോ. ഇതിന് കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല, എന്നാലും ഓർമ്മയിൽ വയ്ക്കാം നമുക്ക്.